കേരളത്തിലെ ഗുണ്ടകളായിട്ടുള്ള പോലീസുകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി നമ്മൾ വരുന്ന കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എല്ലാ കേസുകളിലും പോലീസുകാർക്ക് ആള് തെറ്റി അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള പോലീസ് മാറിയിട്ടുണ്ട്. അത് കേരളം തൊട്ട് കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കേസിലും പോലീസുകാർക്ക് ആളെ മാറിപ്പോകുന്നതാണ്. പോലീസുകാർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആളെ മാറിപ്പോകുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, പത്തനംതിട്ടയിലും ഒരു ഫാമിലി യാത്ര കഴിഞ്ഞ് വന്ന് അവിടെ വണ്ടി നിർത്തി സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഇറങ്ങി വന്നിട്ട് പോലീസുകാർ അടിക്കുകയാണ്. അടിച്ച് അവരുടെ തല പൊട്ടിക്കുന്നു, നട്ടല് പൊട്ടിക്കുന്നു. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൻ്റെ അവസ്ഥ. അങ്ങനെ ഒരു പുതിയ കേസാണ് ഇന്ന് വരുന്നത് കാസർഗോഡ് നിന്ന്. കാസർഗോഡ് കണ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പോലീസുകാരൻ വന്നിട്ട് നീ അഷറഫ് അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ അടിക്കുകയാണ്. ആ വീട്ടുകാർ പറയുന്നുണ്ട് അവൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അവനെ അടിക്കരുത് എന്നെല്ലാം വീട്ടുകാരെ പറയുന്നത്. അതുപോലും ചെവി കൊള്ളാതെ വീട്ടുകാരെ തള്ളിയിട്ട് വീണ്ടും അവനെ അടിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് ആ യുവതി പറയുന്നുണ്ട് ഞങ്ങൾ ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ആന്നോടാ നീ ആദിവാസി ആണോടാ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന്. കേരളത്തിൻ്റെ ഒരു അവസ്ഥയെ തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസിന് എന്തോ കാര്യമായി അൾഷിമേഴ്സ് ബാധിച്ചതുപോലെയാണ്. കാരണം ഈ റിപ്പോർട്ടുകൾ പ്രകാരമല്ല, കാരണം എല്ലായിടത്തും ഇവർക്ക് തെറ്റിദ്ധാരണയാണ് സംഭവിക്കുന്നത്. എല്ലാവരും അവർക്ക് ആള് മാറിപ്പോകുന്നു. കാരണം ഒരു സംഘർഷം എന്താണ്, അല്ലെങ്കിൽ ഒരു കുടുംബം നിൽക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ പോലീസുകാർ മാറിപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ചോദിക്കാം, അല്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം ഇവർക്ക് ആളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാം. അതിനു മുമ്പ് തന്നെ ഒരാളെ ചെന്ന് അടിക്കണമെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ഒരാളെ കയറി വെറുതെ അടിക്കാൻ പറ്റില്ല. അത് നിയമം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതെ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ഈ പോലീസുകാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. CRPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് കൊടുക്കുന്ന നീതിയുണ്ട്. ആ നീതി എല്ലാവർക്കും ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷെ പോലീസുകാർ ഇത് ചിന്തിക്കുക. അതായത് ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ഈ ക്രമസമാധാനം തെറ്റിക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. പല കേസുകളും പോലീസുകാർ നേരെ വരും അടിക്കുക. പലപ്പോഴും ഉത്സവപ്പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്നതിൻ്റെ മിക്കിട്ട് കയറാനും ഇങ്ങനെയുള്ള കേസുകൾ വന്ന് വഴിയെ പോകുന്നതിനെ തല്ലാനും മാത്രമേ പോലീസുകാർക്ക് കഴിയുന്നുള്ളൂ എന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള പോലീസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള പോലീസുകാർ. കാരണം നമുക്കറിയാം, പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ കേരളത്തിന് വെളിയിലാണെങ്കിലും വിദേശത്ത് പോയാൽ പോലും കേരള പോലീസ് അവരെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ള ആത്മാഭിമാനം നമുക്കെല്ലാം ഉണ്ട്. നമുക്കെല്ലാം നമ്മുടെ കേരള പോലീസിനെ നമുക്ക് അഭിമാനമാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ ചില പോലീസുകാരുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെല്ലാം ഇത്രയും ക്രൂരന്മാർ കേരള പോലീസിൽ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇവരുടെ എല്ലാം സ്വഭാവം സാധാരണപ്പെട്ട ആളുകളെ കണ്ടുകഴിഞ്ഞാൽ വലിയ വലിയ ആളുകളോട് ഇവർ ഇങ്ങനെയൊന്നും പെരുമാറില്ല. സാധാരണപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ, കാരണം ഇവർക്ക് നിയമവശങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് പോലീസുകാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നൊരു പൊതുബോധം പല പോലീസുകാർക്കുമുണ്ട്. ഈ ലഹരി മാഫിയകൾ, അങ്ങനെ സെക്സ് റാക്കറ്റ്, ഇങ്ങനെയുള്ള ഇതിൽ പെടുന്ന പോലീസുകാർ ഒരുപാടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടാണ് കാക്കനാടെന്ന് ഈ സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പോലീസുകാരാണ്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ ഹെൽമെറ്റ് വെച്ച് തല്ലുന്ന പോലീസുകാരൻ, ഡെയിലി പോലീസുകാരുടെ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യപിച്ച് പോലീസ് വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലീസുകാർ, ദിവസവും വരുന്ന പോലീസുകാരുടെ വാർത്തകൾ അങ്ങനെയുള്ള വാർത്തകളാണ്. ഈ പിൻവാതിലൂടെ കയറ്റുന്ന ഇങ്ങനെയുള്ള പോലീസുകാരൊക്കെയാണ് പോലീസ് സേനയ്ക്ക് പോലും ദോഷകരമായി ബാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചീത്തപ്പേര് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള പോലീസുകാരാണ്. പോലീസ് സംവിധാനം കുറെ കൂടെ കാര്യക്ഷമമായി, അല്ലെങ്കിൽ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ബാധ്യത പോലീസുകാർക്കുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. പോലീസുകാരെ ജനങ്ങൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ജനമൈത്രി പോലീസ് എന്നൊക്കെ പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. കാരണം ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു പോലീസ്. ഒരു പ്രതിബദ്ധതയും പോലീസുകാർക്കില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല. പലപ്പോഴും ഈ സാധാരണക്കാരെ ഉപദ്രവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പല സാധാരണക്കാരും പോലീസിനെതിരെ പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണക്കാർ കൊടുക്കുകയാണെങ്കിൽ ആ പരാതിക്ക് മേൽ അധികം ആക്ഷനുകളൊന്നും എടുക്കില്ല. അല്ലെങ്കിൽ അവർക്ക് ഒത്തുതീർപ്പാക്കാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നെടുമങ്ങാട് 16 വയസ്സുകാരനെ വീട്ടിൽ കയറി ആക്രമിച്ച പോലീസിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് സ്ഥലം മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ SP യുടെ
ഡാൻസ് കോഡിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് കൊടുക്കുന്നത്. കാരണം ഒരിടത്ത് നിന്ന് പണ്ട് പറയുമായിരുന്നു SI സ്ഥാനത്ത് നിന്നും ട്രാഫിക്കിലേക്ക് മാറ്റുന്ന രീതി, ആ ഒരു രീതിയിലേക്കാണ്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കുക അല്ലെങ്കിൽ ഒരു ബോധ്യപ്പെടുത്താൻ ഞങ്ങളൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അവരെ ഒന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും. അതിനുശേഷം ഒരു 10-15 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയ 2-3 മാസത്തിനുള്ളിൽ അവർ തിരിച്ച് സർവീസിൽ കയറുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബലമുണ്ട്. അല്ല, ഇവരെല്ലാം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇവർക്കെല്ലാം പല രാഷ്ട്രീയ പാർട്ടികളിലും പിന്തുണകൾ ഉണ്ടാവും. ഈ പിന്തുണ വെച്ചാണ് പല പോലീസുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ സംരക്ഷിക്കുമെന്നൊരു തോന്നൽ പലപ്പോഴും ഇവർക്കുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സംഘടനകൾ ഇവരെ സംരക്ഷിക്കുമെന്നൊരു ധാരണ ഇവർക്കുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, നമുക്കൊരു ഭരണഘടന ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസുകാർ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ചോദ്യം ചെയ്യും പോലീസുകാരെ. പോലീസുകാരെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ നാടിന് തന്നെ അപമാനമാണ്. അത് എഫിഷ്യന്റ് ആയിട്ടുള്ള മറ്റുള്ള പോലീസുകാർക്ക് അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെ ആയി പോകും. കാരണം കഷ്ടപ്പെട്ട് കേസുകൾ കണ്ടെത്തി നല്ല രീതിയിൽ പോകുന്ന പോലീസുകാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകളല്ലേ. ഇവിടെ നമ്മുടെ കാസർഗോഡുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ആ കണ്ണൻ എന്ന് പറയുന്ന ആള് അയാളല്ല അഷ്റഫ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്. കാരണം ആള് മാറി അടിച്ചതാണ്, അത്രയും നേരം ഉപദ്രവിച്ചു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു, സ്ത്രീകളെ ഉൾപ്പെടെ തള്ളിയിടുന്നു. ആ ഒരു വികാര സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരെ വേണമെങ്കിലും എന്ന് വെച്ചാൽ പോലീസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ആരെ വേണമെങ്കിലും കയറി അടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്നതിൽ പ്രകോപിതരായി വീണ്ടും അടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് നമ്മുടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിയമവശങ്ങൾ അറിഞ്ഞു ഭരണഘടന എന്താണെന്ന് പോലും അറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് പ്രധാനപ്പെട്ട കുറെ അവകാശങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ പേരിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ഇത്തരം അവകാശങ്ങൾ നമുക്ക് ഇവിടെ ഉള്ള കാര്യം തന്നെയാണ്. ഇതെല്ലാം ചെയ്യേണ്ടത് പോലീസുകാരനല്ലേ. ഇപ്പൊ നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് പറയേണ്ട സ്ഥലം എവിടെയാണ്? നമുക്ക് പോലീസ് സ്റ്റേഷനാണുള്ളത്. ആ പോലീസുകാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർക്കറിയാം അവരെ ചെയ്തു കഴിഞ്ഞാൽ ആരും ഒന്നും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ശിക്ഷാ നടപടി ഇത്രയേ ഉള്ളൂ. ആ ഒരു ബോധം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിയും. പല കേസുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്ര കേസുകളാണ് പോലീസുകാർ ഒത്തുതീർപ്പാക്കി പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സർവീസിൽ തന്നെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നൊരു കേസ് കൂടെ വരുന്നുണ്ട്. കാരണം ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇത്തരം അഴിമതികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലഹരി കേസിലാണെങ്കിലും സെക്സ് റാക്കറ്റിലാണോ ഇതിലൊക്കെ അവരെ പങ്കുകൊള്ളുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ താഴെക്കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് നല്ല രീതിയിൽ ബാധിക്കും. വർക്ക് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറി അപ്പൊ ഒരുപാട് ആൾക്കാരാണ് അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുന്നത്. ജനമൈത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. കാരണം എത്ര കേസുകളാണ് നേരത്തെ പറഞ്ഞ തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ കുറെ ഇത്തൽ കള്ളികളെ നമ്മൾ എടുത്ത് പുറത്തേക്ക് കളയേണ്ടതായിട്ടുണ്ട്. കാരണം സർവീസിൽ വീണ്ടും വെക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്കും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ജയിൽവാസം കൊടുക്കുകയല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടി കൊടുക്കുമ്പോൾ മാത്രമാണ് പോലീസുകാർക്ക് പിന്നെയും ഒരു ബോധം ഉണ്ടാവും. സർവീസിൽ നിന്ന് എടുത്തു കളയുക തന്നെ ചെയ്യണം. കാരണം ആ ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വീണ്ടും ഒരാളുടെ ദേഹത്ത് കൈവെക്കാൻ അവരെ കൈ പൊങ്ങില്ല എന്ന് തന്നെയാണ്. കാരണം എത്ര വട്ടം പറയാൻ പറ്റും ആള് മാറിപ്പോയതാണെന്ന്. ഈ സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലയിലും പോലീസ് അല്ല, ഗുണ്ടാറക്കോടുള്ള എത്ര പോലീസുകാർ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. അതെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു അവരൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം നല്ല ആത്മബലമുള്ള പോലീസ് ആകുമ്പോൾ കുറച്ചത്തരം കേസുകളൊക്കെ വരുമെന്ന രീതിയിലായിരിക്കും വീണ്ടും ഒരു സർവീസിലേക്ക് വെക്കുന്നതാണ്. അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞൂടെ? വീണ്ടും കഴിവുള്ള ആൾക്കാർ ലിസ്റ്റ് തന്നെ എത്രയോ തള്ളപ്പെടുന്നുണ്ട്. ആ ലിസ്റ്റിലൊക്കെ എത്രയോ നല്ല അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പിന്തുണകൾ ഉണ്ടെന്നേ. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും നിലനിന്നു പോകുന്നത്. അല്ലെങ്കിൽ അവരെയൊക്കെ ഇതിൽ നിന്നും പുറത്തായി പോയേനെ.